ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ലേറ്റ് പോസ്റ്റാണ് കേട്ടോ. ഏപ്രിൽ 29 എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ തന്നെ ഒരു ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് പതിവ്. ഈ വർഷം മോൻ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണമെന്ന് പറഞ്ഞു ബർത്ത്ഡേക്ക്. അപ്പോൾ നമ്മൾ ലുലു മോളിനകത്ത് ഫൺ ടൂറയിൽ ഒരു ചെറിയ പാർട്ടി ഹാളുണ്ട്, അത് ബുക്ക് ചെയ്തു. ഒരുപാട് പേരൊന്നുമില്ല, ഞങ്ങൾ ഫാമിലി പിന്നെ മോൻ്റെ ഒരു 4-5 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് കേക്ക് കട്ടിങ്ങിനൊക്കെ ഒരു സ്ഥലം വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഹാള് ബുക്ക് ചെയ്തതാണ്. ഇതൊരു 20-25 പേർക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാളാണ്. നല്ലതായിരുന്നു കേട്ടോ. ഇത് മണിക്കൂറിനാണ് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടത്. ഞങ്ങൾ 1 അവർ 1 മണിക്കൂറാണ് എടുത്തത്. അതിന് 2500 ആയിരുന്നു റെൻറ്റ് വന്നത്. നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഹാളാണ്. ഒരു ചെറിയ സ്റ്റേജ് പോലുണ്ട്. അതിനകത്ത് ആ ഒരു ബലൂൺ ആർച്ച് അവർ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എക്സ്ട്രാ ഡെക്കറേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം. ഈ എക്സ്ട്രാ ബലൂൺസ്, ഈ ബാനർ ഉണ്ടല്ലോ, ബർത്ത്ഡേ ബാനർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യണം. അതിനകത്ത് തന്നെ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ആവശ്യമുള്ളത് മേടിക്കാം. ഫുഡ് വേണമെങ്കിലും നമ്മൾ തന്നെ എക്സ്ട്രാ അത് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ വർഷം എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ സ്ക്വയർ വണ്ണിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ ഫൺ ടൂറയിൽ കുട്ടികൾ കളിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പിന്നെ ഇതൊരു ബർത്ത്ഡേ പാർട്ടി ആയിട്ടൊന്നും, ഒരു വലിയ പാർട്ടി ആയിട്ടൊന്നും അറേഞ്ച് ചെയ്തതല്ല കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം ഒരു സന്തോഷം. പിന്നെ ഫൺ ടൂറയിലാകുമ്പം ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ 2-3 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. കേക്ക് പുറത്തുനിന്നാണല്ലോ വാങ്ങിയത്. അപ്പോൾ ഞാൻ ഓർത്ത് മോനിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വീട്ടിൽ റെഡിയാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ ഹോട്ടലുകളിൽ നിന്നും അങ്ങനെ മന്തി വാങ്ങാറില്ല. ആകെ 1-2 പ്രാവശ്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടൊരു ചിക്കൻ മന്തി റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തൈസും ലെഗ്സും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ 4 വലിയ പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രൂവറോ വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. ഹോൾസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മസാല നല്ലപോലെ ആ ചിക്കനിലോട്ട് പിടിക്കും. കുറച്ചും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ ചിക്കൻ, നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ മന്തിയിൽ എപ്പോഴും അറിയാമല്ലോ നിങ്ങൾക്ക്, വലിയ പീസ് ചിക്കൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്കൊരു 4 വലിയ അള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചെറുതാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കാം കേട്ടോ. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിടുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രം മതി. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഓക്കെ, ഇതിന് പകരം ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂ 2 ഏലക്കയും ചേർത്താലും മതി. ഇനി മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കൻ ക്യൂബ്. ഓക്കെ, ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ 2 ചിക്കൻ ക്യൂബ് നമുക്ക് ആവശ്യമുണ്ട്. 2 പാക്കറ്റ് ആവശ്യമുണ്ട്. ഓരോ പാക്കറ്റിലും ഇതുപോലെ 2 പീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റിലുള്ള ഈ 2 പീസും ഞാനിപ്പോൾ ഈ ഒരു മസാലയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒന്ന് കൈവച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഒഴിവാക്കരുത്. ഈ ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ക്യൂബിൻ്റെ. ഇതിനകത്തേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഒത്തിരി വെള്ളം ചേർത്ത് മസാല ഒരുപാട് ലൂസായി പോകരുത്. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് തന്നെ അരയ്ക്കണം. ഇതുപോലെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം ചിക്കൻ ക്യൂബിൽ നല്ലപോലെ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മസാല. അത് പോരാന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് മസാല പുരട്ടാം. ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുമ്പം ഈ മസാലയിൽ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് എടുത്തു കഴിയുമ്പം നല്ല കളറായിരിക്കും. പക്ഷെ ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല, എന്നാൽ ടേസ്റ്റിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസം വരുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടി ചേർക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ച് കൊടുക്കണം. ഈ മന്തിയുടെ ആ ചിക്കനിൽ ഒരുപാട് മസാലയുടെ ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് അതിനകത്ത് ഈ ഒരു അളവിൽ മാത്രം മതി. കാരണം ഒത്തിരി നമ്മൾ സാധാരണ നാടൻ ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗ്രിൽ ചിക്കൻ ഒന്നും ഉണ്ടാക്കുന്ന രീതിയിൽ അതിനകത്ത് മസാലയുടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇതൊരു 1 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴായിരിക്കും നല്ലപോലെ ആ മസാലയൊക്കെ അതിനകത്തോട്ട് പിടിക്കുന്നത്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഞാനിന്നിപ്പോൾ ഒരു 1 മണിക്കൂർ വെച്ചിട്ടാണിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഏകദേശം ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് റൈസും കൂടി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാനിന്ന് ഒരു എക്സ്ട്രാ ലോങ് ബസ്മതി റൈസാണ് ഈ ഒരു മന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മന്തി റൈസ് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. പക്ഷെ എനിക്കത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ സാധാരണ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് എക്സ്ട്രാ ലോങ് ബസ്മതി റൈസ് നോക്കി വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുനിന്നൊരു 3 കപ്പ് അരിയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് 3-4 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി കുക്ക് ചെയ്യാൻ വെക്കാം. ഒരു ഇതുപോലെ പരന്നൊരു പാത്രം എടുക്കണേ. ഓരോ ചിക്കൻ പീസും ഇങ്ങനെ നിരത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രം എടുക്കണം. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് ആ പാത്രത്തിലോട്ട് ഈ ചിക്കൻ്റെ പീസുകൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കരുത്, ഇങ്ങനെ നിരത്തി തന്നെ വെച്ച് കൊടുക്കണം. ആ ചിക്കൻ വെച്ചിരുന്ന പാത്രത്തിൽ ഇതുപോലെ കുറച്ച് മാരിനേറ്റ് ചെയ്ത മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയണ്ട, അതും കൂടി ഇതിൻ്റെ മേലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മന്തി ഉണ്ടാക്കുമ്പം അത്യാവശ്യം നല്ല അളവിൽ തന്നെ എണ്ണ ആവശ്യമുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇത്രയും ചിക്കൻ ആണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ വേണ്ടി വരും. സാധാരണ റെസിപ്പീസിൽ അങ്ങനെയാണ്. ഞാൻ പക്ഷേ അത്രയും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരു 1/4 കപ്പ്, ഏകദേശം 1/4 കപ്പ് എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ കൂടുതൽ എണ്ണ ഉപയോഗിക്കാം, ഒരു 1/2 കപ്പൊക്കെ വേണമെങ്കിലും ഒഴിക്കാം. തീരെ കുറഞ്ഞു പോവാതെ നോക്കിയാൽ മതി. മിനിമം 1/4 കപ്പ് എണ്ണയെങ്കിലും യൂസ് ചെയ്യണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ക്യാപ്സിക്കം, മല്ലി, പുതിന ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല, സവോള മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ 1-2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനിയാണ് സ്റ്റൗ ഓൺ ചെയ്യേണ്ടത്. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 20-25 മിനിറ്റ് കുക്ക് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം വരും, പിന്നെ നമ്മൾ ഒഴിച്ച എണ്ണയുണ്ടാവും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അത് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണേ. നമ്മൾ 3 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്, അതിന് 5 കപ്പ് വെള്ളം ആ ഒരളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ബസ്മതി അരിയുടെ വേവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ 3 കപ്പ് റൈസ് എടുത്താൽ 5 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുക. ഒരു പാക്കറ്റ്, അതിനകത്ത് 2 പീസ് ഉണ്ടാവും. അത് രണ്ടും ഇതിനകത്തേക്ക് ഒന്ന് കൈവച്ച് തന്നെ പൊടിച്ച് ഇട്ട് കൊടുക്കുക. ഈ റൈസിൽ ആ ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്, ഒഴിവാക്കരുത് കേട്ടോ. കറക്റ്റ് ഫ്ലേവർ കിട്ടണമെങ്കിൽ ഈ ചിക്കൻ ക്യൂബ് യൂസ് ചെയ്യണം. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇതും കൂടി ഇടാം. ഒരുപാട് ആവശ്യമില്ല, ജസ്റ്റ് ഒരു ചെറിയ ഫ്ലേവറിനായിട്ട് മാത്രമാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം നല്ലപോലെ ഉപ്പുണ്ടാവും, അപ്പോൾ അത് കണക്കാക്കി മാത്രമേ ചേർക്കാവുള്ളൂ. പിന്നെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുന്നതായതുകൊണ്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരല്പം ഉപ്പ് കൂടുതലായിട്ട് തോന്നണം, എന്നാലേ റൈസിന് പാകത്തിൽ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതിനകത്തേക്ക് ഒരു 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്.
പിന്നെ ഒരു ഡ്രൈ ലെമൺ, ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയെന്നല്ല കേട്ടോ, വീട്ടിൽ തന്നെ ഇരുന്നൊരു നാരങ്ങയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. സാധാരണ ഈ അറബിക് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ലെമൺ ചേർക്കും, അപ്പം അത് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ബസ്മതി അരി ഇതിനകത്തേക്ക് ഇടണം. വെള്ളം ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്, അതിനകത്തേക്ക് റൈസ് ഇടാം. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇടണം കേട്ടോ. ഇതിന് വെള്ളമൊക്കെ വറ്റി റൈസ് പാകത്തിന് വെന്ത് വരണം. ഒരു ഏകദേശം 1/4 വേവ് ആകുമ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കണം, റൈസിന് നല്ലൊരു കളർ കിട്ടാൻ. അപ്പോൾ അത് അടച്ചു വെച്ചു. ഇനി ചിക്കൻ ഇവിടെ ഒരു 10-15 മിനിറ്റ് ആയി ഈ ഒരു സൈഡ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇതിന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ എണ്ണ ഉണ്ട്, നമ്മൾ ഒഴിച്ച എണ്ണയുണ്ട്, പിന്നെ ചിക്കനിന്ന് അത്യാവശ്യം നല്ലപോലെ വെള്ളവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് തിരിച്ചിടാം. ഈ വെള്ളമൊക്കെ വറ്റി ഈ എണ്ണയിൽ കിടന്ന് ചിക്കൻ 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഈ വെള്ളമെല്ലാം വറ്റി വരണം, അപ്പോഴേക്കും ചിക്കനും പാകത്തിന് വെന്തോളും. അപ്പോൾ വീണ്ടും നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ റൈസ് ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. ഈ ഒരു പാകം ആകുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഫുഡ് കളർ അല്ലെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കണം. റൈസിനൊരു ചെറിയ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു 2-3 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചാൽ മതി, അപ്പോഴേക്കും റൈസ് റെഡിയായി കിട്ടും. മന്തി റൈസ് എപ്പോഴും പാകത്തിന് തന്നെ വേവിച്ചെടുക്കണം, ഒട്ടും വെന്ത് കുഴഞ്ഞു പോരുത്. പ്രത്യേകിച്ച് നമ്മൾ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഈ മന്തി റൈസ് എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്നും അങ്ങനെ വെന്ത് കുഴയത്തില്ല. പക്ഷേ ബസ്മതി റൈസ് ആകുമ്പോൾ കുറച്ചും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കനും കൂടെ ആയി കഴിയുമ്പം ചിക്കൻ ഇതിൻ്റെ മേളിൽ വെച്ച് ദം ചെയ്ത് കുറച്ച് നേരം ഒന്ന് ദം ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ വറ്റി, ഞാൻ കുറച്ച് നേരം എണ്ണ വറ്റുന്നത് വരെ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് മൊരിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇത് ഈ റൈസിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്, എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റൗ വീണ്ടും ഓൺ ചെയ്താൽ മതി. അപ്പോൾ ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഈ ഒരു റൈസിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഈ റൈസിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ഒന്ന് ആവി കയറ്റി കഴിയുമ്പോൾ നല്ലൊരു മണമാണ് ആ പച്ചമുളകിൻ്റെ. അതുകൂടാതെ ഒരല്പം ചാർക്കോൾ, ഒരു 2 കഷ്ണം ചാർക്കോൾ ഒന്ന് ചൂടാക്കിയും കൂടി ആ ഒരു ചാർക്കോളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് ചാർക്കോൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അത് നല്ലപോലെ ഇങ്ങനെ ചുവന്ന് വന്നു കഴിയുമ്പോഴേക്കും ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട് റൈസിൻ്റെ മേളിൽ, അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പുക വരും, ഉടനെ തന്നെ അടച്ചു വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പോഴേക്കും ആ ചാർക്കോളിൻ്റെ ഫ്ലേവറും പച്ചമുളകിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും തക്കാളിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റും തക്കാളിയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ആ ചാർക്കോൾ അങ്ങ് എടുത്ത് മാറ്റാം. ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റണം. ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും ഞാനങ്ങ് എടുക്കുന്നുണ്ട്. അത് പാത്രത്തിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ മന്തി സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വലിയൊരു പാത്രത്തിൽ ഈ റൈസ് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ പീസ് വെക്കും. നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ വലിയൊരു പാത്രത്തിൽ റൈസ് നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസ് വെക്കാം. ഞാനിപ്പോൾ 2 പീസ് ചിക്കനെ വെച്ചിട്ടുള്ളൂ ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം. ക്യാരറ്റും തക്കാളിയും പച്ചമുളകുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സവോള വെക്കാം, ക്യാപ്സിക്കം നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ആ ഒരു നാരങ്ങ ഉണ്ടല്ലോ, വെറുതെ ഒരു ഭംഗിക്ക് എൻ്റെ ബൗളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മന്തി റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ചിക്കൻ ക്യൂബ് എന്തായാലും നിങ്ങൾ ചേർക്കണം ഇതുണ്ടാക്കുമ്പോൾ, എന്നാലേ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. ചിക്കനിലോട്ട് നല്ല പോലെ ആ ഒരു ടേസ്റ്റൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ടാവും.
തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.